അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പരിപ്പുലർത്താണ്. അപ്പോൾ നമ്മുടെ പൊടിപ്പരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് നിറച്ച് ഞാനിവിടെ പരിപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, ഏകദേശം ഇത്ര വെള്ളം മതിയാവുണ്ടോ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറി ലീവ്സ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം മതി കേട്ടോ, ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ, പിന്നെ കോൽപ്പുളി. അത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇതിലോട്ട് എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലി പൗഡർ ഉണ്ടല്ലോ, കുത്തിക്കാച്ചി മുളക് പൊടി, അതാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 2 വിസിൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് പോകേണ്ട, ഈ ഒരു പരിവം മതിയാവും. ഇനി നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി സവാളയൊന്ന് മൂത്ത് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുത്തിക്കാച്ചി മുളക് പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി മുളകൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലോട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇനി അടുത്തതായിട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ പുളി പിഴിഞ്ഞ് ആ വെള്ളമാണ് കേട്ടോ എടുക്കണേ. പുളി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പരിപ്പ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ആ പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റുന്ന വരെ, അതുവരേക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് വയ്ക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ നന്നായി പൊടിയായി എടുക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് നേരം കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൂട്ടി നിൽക്കുക. പിന്നെ കോക്കനട്ട് ഓയിൽ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് അടുപ്പിച്ച് കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്താൽ മതിയാവും. പിന്നെ കരിഞ്ഞ് പിടിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉലർത്തിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ ആ ചീനച്ചട്ടിയിലിരുന്ന് അതിൻ്റെ ചൂടുകൊണ്ട് തന്നെ അതായിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഈ സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം പൊടിയായിട്ട് കിട്ടണോ അത്രത്തോളം ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കോക്കനട്ട് ഓയിൽ ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു പരിപ്പുലർത്ത് ചോറിനേക്കാളും കഞ്ഞിക്കാണ് കേട്ടോ കൂടുതൽ നല്ല ബെസ്റ്റ് കോംബോ ആയിട്ട് വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പികളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.